ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒമാനിലെ ഏറ്റവും വലിയ സൂ ആയ ഇബ്രയിലുള്ള സഫാരി വേൾഡാണ്. നമ്മൾ ഈ വീഡിയോ കുറച്ച് ലോങ് ആയതുകൊണ്ട് 2 പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് വീഡിയോ മുഴുവനും നിങ്ങൾ കാണുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ റൂമിൽ നിന്ന് ഒരു 190-200 കിലോമീറ്റർ ദൂരമുണ്ട് സഫാരി വേൾഡിലോട്ട്. ഒരു 2 മണിക്കൂറത്തെ യാത്രയുണ്ട്. നമ്മൾ ലൊക്കേഷൻ ഇട്ട് പോകുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ വഴി തെറ്റാൻ ചാൻസ് ഉണ്ട്. കുറച്ച് ഉള്ളിലോട്ടാണ് ഈ സൂ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ നമുക്ക് അധികം വലിച്ചിട്ടൊന്നുമില്ലാതെ വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഓക്കെ. നമുക്ക് വീഡിയോ കാണാം. അപ്പം നമ്മൾ സൂവിൽ എത്തിയിട്ടുണ്ട്. അവിടെ വാതിലിൽ ഇഷ്ടംപോലെ വണ്ടി പാർക്കിങ്ങിനൊക്കെ നല്ല സൗകര്യമുണ്ട്. നമ്മളതിൻ്റെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഫ്രണ്ടിലോട്ട് നടന്നു പോവുകയാണ്. ഞങ്ങൾ കുറച്ച് ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അവിടെ വണ്ടി പാർക്കിങ്ങിനൊക്കെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. കുറച്ച് സ്ഥലങ്ങൾ കൂടുതലുള്ളൊരു സൂ ആണ് ഇത്. ഒമാനിലെ ഏറ്റവും വലിയ സൂ ആണ്. അതുപോലെ തന്നെ അതിനകത്ത് ഫുള്ള് ഇപ്പോഴും ഒരേ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുള്ള് വർക്കൊന്നും തീർന്നിട്ടില്ല. നമുക്ക് അവിടുത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ കാണാം. നമ്മളിത് 2 പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങളിത് മുഴുവനും കാണുക. ഒരു ലോങ് വീഡിയോ ആണ്. ഇതതിൻ്റെ എൻട്രൻസ് ആണ് സഫാരി വേൾഡ്. നമ്മൾ അകത്തോട്ട് കയറി കഴിയുമ്പോൾ അകത്ത് തന്നെ കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. ഇതുപോലെ കുറേ ആർട്ട്പരമായിട്ടൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം അതിനകത്തൂടെയൊക്കെ ഒന്ന് കയറി അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഓക്കെ. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അകത്തുള്ള കാഴ്ചകളൊക്കെയാണ്. നല്ല ലൈറ്റൊക്കെ ഇണക്കി, അതുപോലെ കുറേ ചെടികളും ഫ്ലവറും ഒക്കെ വെച്ച് പിടിപ്പിച്ച് അത്യാവശ്യം നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. നല്ല രസമാണ്. അതിനകത്ത് കയറി കഴിഞ്ഞാൽ വലിയ ചൂടൊന്നുമില്ല. ഒരു കൂൾ ചെയ്യാനുള്ള സംഭവമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കയറി അതിനകത്ത് ചെയ്യുമ്പം തന്നെ ഒരു വെള്ളച്ചാട്ടം, ഒരു ശംഖിനകത്തോട്ട് വെള്ളമൊക്കെ വീഴുന്ന ഒരു നല്ലൊരു സംഭവമാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പുറത്തൊരു ഉരുവൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ തന്നെ കാണാനായിട്ട് നമുക്ക് ഒത്തിരി കാഴ്ചകളുണ്ട്. ഇനി ഇത് കഴിഞ്ഞ് വേണം നമുക്ക് ഉള്ളിൽ കയറി മൃഗങ്ങളെയൊക്കെ കാണാൻ. അതുപോലെ തന്നെ അവിടെ ഒരു കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു അക്വേറിയം ഉണ്ട്. ആ അക്വേറിയത്തിൽ കുറച്ച് ആമയും ഒക്കെ ഉള്ളൂ, മീനൊന്നുമില്ല. അതും നല്ല മനോഹരമായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അക്വേറിയത്തിലെ കാഴ്ചകളാണ് ഈ കാണുന്നത്. ഒരു 3-4-5 ആമയൊക്കെ അതിനകത്ത് കിടപ്പുണ്ട്. അത് 2-3 കരയിൽ കയറി ഇരിപ്പുണ്ട്. പിന്നെ ഒരു 8 വലയൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ. അത്യാവശ്യം നല്ല മനോഹരമാണ് കാണാൻ. നമ്മളിവിടെ നിന്ന് വീണ്ടും അകത്തേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്.
നല്ല ലോങ് ഉണ്ട്. അകത്ത് കയറി കഴിഞ്ഞാൽ തന്നെ ഒരു ദിവസം തന്നെ അവിടെ തന്നെ സ്പെൻഡ് ചെയ്യാനുള്ള സമയമുണ്ട്. അതുപോലെ കാണാനുണ്ട് ഇതിനകത്തൊക്കെ. ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. മുഴുവൻ പണി ഇതുവരെ തീർന്നിട്ടില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ തന്നെ കുറേ സമയം ഇങ്ങനെ നടന്ന് കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് പോകുന്ന വഴിയിലാണ് ഇതൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഉള്ളിലോട്ട് പോകുമ്പോൾ പിള്ളേർക്ക് കളിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ ഇതൊക്കെ ഉണ്ട്. നമ്മൾ കയറുമ്പം തന്നെ കാണുന്ന സീനെന്ന് വെച്ചാൽ ഒരു ഡൈനോസറിൻ്റെ അസ്ഥികൂടം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അവർ. നമ്മളതിനകത്തൂടാണ് കയറി ഈ സൂവിലേക്ക് കയറി പോകുന്നത്. ഇത് ഫസ്റ്റ് എൻട്രൻസ് കഴിഞ്ഞ് നമ്മളകത്തോട്ട് കയറുന്ന ഒരു സീനാണ് ഈ കാണുന്നത്. ഒരു വലിയൊരു ഡൈനോസറിൻ്റെ അസ്ഥികൂടമാണ് ഈ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതുപോലെ 2 സൈഡിൽ ഈന്തപ്പനകളൊക്കെ വെച്ച് പിടിപ്പിച്ച് നമ്മളതേ കൂടെ നടന്ന് കുറേ ദൂരം നടക്കണം അതിനകത്ത് കയറണമെങ്കിൽ. ഇഷ്ടംപോലെ സംഗതികൾ കാണാനുണ്ട്. നഷ്ടമൊന്നുമില്ല നമ്മൾ കയറിയാൽ തന്നെ ആയാലും. അത്യാവശ്യം മുതലാനുള്ള സാധനമൊക്കെ അതിനകത്തുണ്ട്. എൻ്റെ സൈഡുകളിലൊക്കെ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ഹാർട്ട് വർക്കുകളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ശംഖ് പോലൊക്കെ ഉണ്ടാക്കി ഒക്കെ വെക്കുക. അതിനകത്ത് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം. നല്ല ഇതൊക്കെ ഉണ്ട്. മൊത്തം പണി തീർന്നിട്ടൊന്നുമില്ല. അവിടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും പോയി ഒരു ദിവസമൊക്കെ തങ്ങാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. നമുക്കിനി അതിനകത്തുള്ള കുറേ വിശേഷങ്ങൾ കാണാം. അകത്തെത്തിയിരിക്കുകയാണ്. നമ്മൾ ആദ്യം കുതിര സവാരി ഒന്ന് കാണാം. ഒരു റിയാൽ കൊടുത്താൽ നമുക്ക് കുതിരയിൽ അങ്ങോട്ട് സവാരി ചെയ്യാം. ഇനി അങ്ങോട്ട് മൃഗങ്ങളൊക്കെയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ മൃഗങ്ങളെയൊക്കെ ഉൾപ്പെടുത്തി ഒരു ലോങ് വീഡിയോ സെറ്റാക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം. ഓക്കെ, ബൈ.